അല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ സിനിമയിലേക്ക് വരികയെന്ന് പറയുമ്പോ തന്നെ പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുമല്ലോ ഓൺ ദ അതർ സൈഡ്. അപ്പൊ അതെനിക്ക് പറയാനുള്ള വെച്ചാൽ ഈ സിനിമയിലേക്ക് വന്നപ്പോ എന്നെ അറിയുന്നവര് രണ്ട് വിഭാഗമായിരുന്നു. എന്നെ അറിയുന്നവർ തന്നെ രണ്ട് വിഭാഗം വെച്ചാൽ ഒരു കൂട്ടം എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ പോയി പെടരുത്. അപ്പൊ ഞാനിപ്പോ എടുത്ത തീരുമാനങ്ങളില് മാർക്കോ ഇനീഷ്യൽ ലെവലിൽ ഒരു വലിയ പടം അല്ലാത്തതുകൊണ്ട് ഒരു രണ്ട് വിഭാഗം ആൾക്കാരായിരുന്നു, എന്റെ ഫ്രണ്ട്സ് ആയാലും ഫാമിലിന്ന് ആയാലും. അപ്പോ ഒരു വിഭാഗം എന്നോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഞാൻ പെട്ടുപോകരുത്, അപ്പോൾ എനിക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരരുത്, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഒരു പ്രശ്നം ഉണ്ടാവരുത്. അങ്ങനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്നോട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഈ സിനിമ വേണോ എന്ന് ചോദിക്കും. കാരണം ഞാൻ അവരുടെ തീരുമാനം എടുത്തുകൊണ്ട് വേണോ. ഒരു വിഭാഗം എന്നെ കളിയാക്കിയിരുന്നത് എന്തിനാണ് ഈ സിനിമ, അതായത് അവർക്ക് നമ്മളോട് കളിയാക്കലും പുച്ഛമായിരുന്നു. രണ്ട് വിഭാഗമായിരുന്നു. അപ്പൊ ആക്ച്വലി അതിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെയാണ് ഞാൻ വിശ്വസിച്ചത്. അപ്പൊ ഞാൻ ആ ഒരു സംഭവം അവർ പറഞ്ഞത് ഞാൻ സത്യത്തില് സ്നേഹം കൊണ്ടായാലും കളിയാക്കലുണ്ടായാലും ഞാനത് കേട്ടെങ്കിൽ കൂടി ഞാനത് എടുക്കാതിരുന്നത്. ഞാൻ എല്ലാ ബിസിനസ്സിലും റിസ്ക് എടുക്കാറുണ്ട്. അപ്പൊ ആ റിസ്ക് തന്നെയാണ് ഇവിടെ എടുക്കാൻ നോക്കിയത്. പിന്നെ ഞാൻ ആര് പറഞ്ഞാലും കേൾക്കില്ല എന്നല്ല, അവര് പറഞ്ഞത് കേൾക്കില്ല എന്നല്ല, ഞാൻ ആര് പറഞ്ഞാലും കേൾക്കും. ആക്ച്വലി എന്റെ ഓഫീസിൽ തന്നെ എന്റെ ഓഫീസിൽ ഞങ്ങൾ കൂട്ടമായിട്ട് തീരുമാനം എടുക്കാറ്. പക്ഷെ അവസാനത്തെ തീരുമാനം ഞാൻ എടുക്കും. ഞങ്ങളൊരു കളക്റ്റീവ് തീരുമാനങ്ങളായിരിക്കും എപ്പോഴും. എല്ലാം കേൾക്കും. അവരെന്താണോ പറഞ്ഞത് അതിൽ നിന്ന് എനിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ഞാൻ ചെയ്യും. അല്ലാതെ എല്ലാവരും പറഞ്ഞു എന്ന് വെച്ചിട്ട് അതുപോലെ ചെയ്യാന്നുള്ളതല്ല, ആ പറഞ്ഞതിൽ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യും. അതായത് നമ്മളൊരു കോയിന്റെ രണ്ട് സൈഡ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾക്കും രണ്ടഭിപ്രായം ഒരിക്കലായിരിക്കും. അപ്പൊ ആ അഭിപ്രായം കളക്റ്റീവായി എടുക്കും. അതിലേതാണോ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത്, നമ്മളുടെ ലിമിറ്റേഷനിലുള്ള കാര്യം. ഇപ്പൊ അതിലേക്ക് പറയാനുള്ള ഡാപ്സിന്റെ ഇഷ്യൂ വന്നു, അതിനുശേഷം പിന്നെ നമ്മളുടെ ആ ഒരു അനൗൺസ്മെന്റ്, എല്ലാത്തിലും നമ്മള് ഓഡിയൻസ് നമ്മളോട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറഞ്ഞപ്പോ നമ്മൾ അതിന് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് മനസ്സിലായി അവിടെ നമ്മള് പോസിറ്റീവ് ആക്കേണ്ട കാര്യം. ഡബ്സിയുടെ ഒരു സൈഡിൽ നടക്കുന്നു, മാത്രല്ല ഒരു സോങ്ങിന്റെ ഒരു സ്പീഡ് കൂടിയ വേർഷൻ നടക്കുന്നു. അപ്പൊ അവിടെ എല്ലാം ഈ പറഞ്ഞ ഫീഡ്ബാക്ക് ഒക്കെ 100%. കാരണം സിനിമ നന്നാവുന്നത് അല്ലെങ്കിൽ ഈ നന്നാവുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഓഡിയൻസ് വിലയിരുത്തുമ്പോഴാണ്. അപ്പോ ഓഡിയൻസ് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹീറോ. സിനിമയുടെ ഹീറോ എന്ന് പറയുന്ന ഓഡിയൻസ് ആണ്, അല്ലാതെ സിനിമയിലെ നായകനോ ഡയറക്ടറോ പ്രൊഡ്യൂസറോ അല്ല, ഓഡിയൻസ് തന്നെയാണ് 100%. അപ്പോൾ ഓഡിയൻസ് നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് നമ്മളുടെ ലിമിറ്റേഷനിൽ നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും അത് ചെയ്തു കൊടുക്കാൻ ട്രൈ ചെയ്യാം. കാരണം നമുക്ക് നെഗറ്റിവിറ്റി അല്ല വേണം, നമുക്ക് പോസിറ്റിവിറ്റിയാണ്. അപ്പൊ ഏത് നെഗറ്റീവ് വരുമ്പോൾ അതിന് പോസിറ്റീവ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇതാണ് നമുക്ക്. ചിലർ ചോദിച്ചിരുന്നു ഈ ഡാപ്സിനെ നിങ്ങൾ മാറ്റിയില്ല. നമ്മൾ ഡാപ്സിനെ മാറ്റിയിട്ടില്ല, നമ്മൾ പകരം വേറെ വേർഷൻ ആക്കി. കാരണം അതും ഈ പറഞ്ഞ ഭൂരിഭാഗ അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷെ അത് വിചാരിച്ചിട്ട് നമുക്ക് എല്ലാ അഭിപ്രായങ്ങളും അങ്ങനെ മാനിക്കാൻ പറ്റില്ല. കാരണം ചിലർ ചോദിച്ചു സിനിമ ഇറങ്ങിയിട്ട് നിങ്ങൾ മോശമാണെങ്കിൽ നായകനെ മാറ്റുമോ അല്ലെങ്കിൽ ഡയറക്ടർ. ആക്ച്വലി അത് നമ്മളെ ലിമിറ്റേഷനിൽ ഇല്ലാത്ത കാര്യമാണ്. ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നായകനെ മാറ്റാൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ ലിമിറ്റേഷൻ ഇല്ല. അടുത്ത സിനിമയിൽ നമ്മളത് ക്ലിയർ ചെയ്യാൻ നോക്കും. അപ്പോൾ ലിമിറ്റേഷനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ലിമിറ്റേഷൻ ഇല്ലാത്ത നമ്മൾ ചെയ്യാൻ പറ്റില്ല. അവിടെ ഞാൻ എന്തും ചെയ്യുമെന്ന് എനിക്ക് പറയാൻ ഞാൻ ആളല്ല. നമുക്ക് എന്താണോ പറ്റുന്നത് നമ്മളത് ചെയ്തു കൊടുക്കുക. അത് ഓഡിയൻസ് പറയുന്നത് കേട്ടിട്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക, പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല. പിന്നെ ഇവിടെ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു മമ്മൂക്ക പടം, അതിന് ഡയറക്ടർ മാറ്റിയിട്ടുണ്ട്. അറിയാം, സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല, ഡയറക്ടർ മാറ്റിയിട്ടുണ്ട്. ഇവിടെ യേശുദാസിനെ പോലത്തെ വലിയൊരു കലാകാരനെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ പുഷ്പയിലെ മ്യൂസിക് ഡയറക്ടർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആളെ മാറിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നടക്കുന്നുണ്ട് ഇൻഡസ്ട്രിയിൽ. പക്ഷെ നമ്മുടെ സിനിമയിലാണ് ഇതൊക്കെ ഹൈലൈറ്റ് ആയി വരുന്നത്. അപ്പൊ അങ്ങനെ ഹൈലൈറ്റ് അപ്പോഴും പലരും പറഞ്ഞത് പ്രൊമോഷൻ ആണെന്ന്. ആക്ച്വലി നമ്മളത് പ്രൊമോട്ട് ചെയ്തതല്ല, നമ്മള് എന്താണോ ഓഡിയൻസിന് വേണ്ടത് അത് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തതാണ്. പക്ഷെ അത് പ്രൊമോഷൻ എന്ന രീതിയിലും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് നമുക്ക് വേറൊരു ആൻസർ ഉള്ള കാരണം നമ്മൾ ഉദ്ദേശിച്ചത് വരിക എന്നുള്ളതാണ്. പിന്നെ ചില ആൾക്കാർക്ക് നെഗറ്റീവ് ഉണ്ടാവും, അവരെ നമ്മൾ എല്ലാവരും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. നമ്മൾക്ക് ആവുന്ന പോലെ നമ്മൾ തൃപ്തിപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്.